ബഹുഭൂരിപക്ഷം പ്രവാസികൾക്കും വോട്ടില്ല എന്നുള്ളതാണ്. അവർ മനസ്സിലാക്കുന്നത് അവർ ഇവിടെ വോട്ട് ചെയ്യാനുണ്ടാവില്ല, അപ്പോൾ അവർക്ക് കാർഡ് ആവശ്യമില്ല എന്നാണ്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ SIR ഒക്കെ വന്നപ്പോൾ ഉള്ള സാഹചര്യത്തിൽ നമുക്ക് ഒരു വോട്ടർ ID കാർഡ് ഇല്ലെങ്കിൽ നമ്മൾ ഭാവിയിൽ നമ്മുടെ മക്കളാണ് അതുകൊണ്ട് ബുദ്ധിമുട്ടാവുക. അപ്പോൾ അവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അസ്സാം വലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ അൽഹംദുലില്ലാഹി വസ്സലാത്തു അലാ മുഹമ്മദ്. പീസ് റേഡിയോ ജംഗ്ഷൻ പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ 2 പതിറ്റാണ്ട് കാലമായി വളാഞ്ചേരിയിൽ അക്ഷയ സെൻ്റർ നടത്തിവരുന്ന അബ്ദുൽ ജലീൽ സാഹിബാണ് ഇന്നത്തെ ജംഗ്ഷൻ പരിപാടിയിലെ അതിഥി. സ്വാഗതം. പ്രവാസി വോട്ടർ കാർഡുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾക്കുള്ള മറുപടിയാണ് അദ്ദേഹം നമുക്ക് നൽകുന്നത്. നമുക്കറിയാം, ജനാധിപത്യ രാജ്യത്ത് വോട്ടർ പട്ടിക, വോട്ടിംഗ് സംവിധാനം, വോട്ടർ ID കാർഡ് വലിയ പ്രാധാന്യമുണ്ട് ഇവയ്ക്കൊക്കെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പ്രവാസി വോട്ടർ കാർഡുമായി ബന്ധപ്പെട്ട കാര്യം നമുക്ക് ചർച്ച ചെയ്യാം. ശരിക്കും എന്താണ് ഈ പ്രവാസി വോട്ടർ കാർഡ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാം. നമുക്ക് ഈ വോട്ടർ ID കാർഡ് പറയുമ്പോൾ 2 തരത്തിൽ. ഒന്ന്, നാട്ടിൽ സ്ഥിരതാമസമായിട്ടുള്ള 18 വയസ്സ് പൂർത്തിയായ ആളുകൾ നാട്ടിൽ ഉപയോഗിക്കുന്നതാണ് നമ്മൾ ഒരു വോട്ടർ ID കാർഡ്, സാധാ വോട്ടർ ID. സാധാ വോട്ടർ കാർഡ്. പ്രവാസി വോട്ടർ ID കാർഡ് എന്ന് വരുമ്പോൾ വിവിധ കാര്യങ്ങൾ കാരണം വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് പോയി 6 മാസമോ അതിലധികവുമായിട്ട് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ഇവിടുത്തെ വോട്ടർ ID കാർഡ് ഒരു പേര് പോയിട്ടുണ്ടാവും. അതല്ലെങ്കിൽ അവർക്ക് വോട്ടർ ID കാർഡ് ഉണ്ടാവില്ല. ഇത്തരം ആളുകൾക്ക് അവർക്കും നമ്മളുടെ ജനാധിപത്യത്തിൻ്റെ ഭാഗമായിട്ട് വോട്ട് ചെയ്യാനുള്ള അവകാശം ഇപ്പോൾ നിലവിലുണ്ട്. അവർക്ക് ഗൾഫിൽ നിന്നുകൊണ്ട് തന്നെ അവർക്ക് വോട്ടർ ID കാർഡ് ചെയ്യാൻ പറ്റും. ആ കാർഡ് ഉപയോഗിച്ച് നമുക്ക് അവർക്ക് വോട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ ആ ഒരു സംവിധാനമാണ് ഈ പ്രവാസി വോട്ടർ ID കാർഡ് എന്ന് പറയുന്നത്. ഇത് ഇന്ത്യക്ക് പുറമെ ഏത് രാജ്യത്തും ഉള്ള ആൾക്കും എന്ത് ചെയ്യാൻ അപേക്ഷ കൊടുക്കാം, അങ്ങനെ തന്നെയല്ലേ കാര്യങ്ങൾ? ഇന്ത്യക്ക് പുറത്തുള്ള വിദേശ ഏത് രാജ്യങ്ങളിലെ അവർക്ക് ഇത്രേ ഉള്ളൂ. അവർക്ക് നിലവിൽ അവർ ഇന്ത്യൻ പൗരനാവണം. ഇന്ത്യൻ വാലിഡ് ആയിട്ടുള്ള പാസ്പോർട്ട് അവരുടെ കയ്യിൽ വേണം. ഇന്ത്യൻ പാസ്പോർട്ട് അവരുടെ കയ്യിൽ വേണം. അതല്ല, ചില ആളുകൾക്ക് അങ്ങനെ ആവില്ല. ഇപ്പോൾ ഈ ഇവിടെയൊക്കെ ഉണ്ടാവും, നമുക്ക് പറഞ്ഞാൽ UK ഉള്ള ആളുകൾക്ക് ചിലപ്പോൾ അവിടുത്തെ സിറ്റിസനൊക്കെ ആയിട്ടുള്ള പാസ്പോർട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പം ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ. ഇന്ത്യൻ പാസ്പോർട്ടാണ് അതിൻ്റെ ഇന്ത്യൻ പാസ്പോർട്ട് മേജർ അങ്ങനെ തന്നെയാണ് വരിക. ഏറ്റവും ജോലിക്ക് പോകുന്ന ആളുകളായിരിക്കും അങ്ങനെ വരും. ഈ ഇരട്ട പൗരത്വമുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്ക് ഇതിന് ബാധകമാണ്. അതാണ് ഇന്ത്യൻ പാസ്പോർട്ട് അവരുടെ കയ്യിൽ അതാണ് ഉണ്ടെങ്കിൽ ഇന്ത്യൻ പാസ്പോർട്ട് അവരുടെ കയ്യിലുണ്ടെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റും. സ്വാഭാവികമായിട്ടും അവിടെയും ഇവിടെ പൗരത്വം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ പാസ്പോർട്ട് ഉണ്ടാവില്ല. അത് ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഉണ്ടാവില്ല. ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടാവുമ്പോഴാണ് അവർക്ക് ചെയ്യാൻ പറ്റുക, വോട്ട് ചെയ്യാൻ പറ്റുക. ഓക്കെ. എത്ര കാലം കഴിഞ്ഞ ആളാണ് പ്രവാസിയായി കണക്കൂട്ടുന്നത്? മീൻസ് എത്ര കാലം പുറത്ത് താമസിക്കണം ഈ പ്രവാസി വോട്ട് പട്ടിക? നമുക്ക് സ്വാഭാവികമായിട്ടും 6 മാസമാണ് നമ്മളൊരാളുടെ അഡ്രസ്സ്. അപ്പോൾ ഇന്ത്യയിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. 6 മാസം അതിൽ കൂടുതൽ നമ്മളൊരു സ്ഥലത്ത് താമസം തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ അഡ്രസ്സിലേക്ക് മാറണം എന്നുള്ളതാണ് നിയമം. അതാണ് നമ്മൾ ഈ വിവാഹം കഴിഞ്ഞ ആളുകളൊക്കെ അഡ്രസ്സ് മാറ്റുന്നത്. അപ്പോൾ 6 മാസത്തിലധികമായിട്ട് വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരാൾക്ക് അവളെ പ്രവാസിയായിട്ട് കണക്കാക്കി നമുക്ക് വോട്ടിന് അപേക്ഷ കൊടുക്കാൻ പറ്റും. ഈ പ്രവാസി വോട്ടർ കാർഡിന് അപേക്ഷ കൊടുക്കുന്ന പ്രൊസീജിയർ എങ്ങനെയാണ്? നിലവിൽ നമ്മളിതിന് കൂട്ടത്തിൽ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു ബഹുഭൂരിപക്ഷം പ്രവാസികൾക്കും വോട്ടില്ല എന്നുള്ളതാണ്. അവർ മനസ്സിലാക്കുന്നത് അവർ ഇവിടെ വോട്ട് ചെയ്യാനുണ്ടാവില്ല, അപ്പോൾ അവർക്ക് കാർഡ് ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ SIR ഒക്കെ വന്നപ്പോൾ ഉള്ള സാഹചര്യത്തിൽ നമുക്ക് ഒരു വോട്ടർ ID കാർഡ് ഇല്ലെങ്കിൽ നമ്മൾ ഭാവിയിൽ നമ്മുടെ മക്കളാണ് അതുകൊണ്ട് ബുദ്ധിമുട്ടാവുക. അപ്പോൾ അവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഒരു പ്രവാസിക്ക് വോട്ടർ ID കാർഡ് ഉണ്ടാക്കാൻ അവർ നാട്ടിലൊരു സ്ഥിരതാമസം ഉള്ള ആളായിരിക്കണം. ഏതെങ്കിലും ഒരു ബൂത്ത് ഒക്കെ പരിസരമായിട്ട് ബന്ധപ്പെട്ട സ്ഥിരതാമസം സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് വേണ്ട അവരുടെ പാസ്പോർട്ട് വേണം, അതുപോലെ അവരുടെ ഒരു ഫോട്ടോ, പിന്നെ അവരുടെ വിസയുടെ കോപ്പി ഉണ്ടാവും, അവരുടെ പെർമിറ്റ് ഉണ്ടാവും അവരുടെ കയ്യിൽ. ആ പെർമിറ്റും അവിടുത്തെ അഡ്രസ്സും, അപ്പോൾ അവർ താമസിക്കുന്ന അഡ്രസ്സും, ഇത്രയും കാര്യങ്ങളെ അവർക്ക് വേണ്ടുള്ളൂ. ഡോക്യുമെൻറ്റ്സ് ആയിട്ട് വേണ്ടുള്ളൂ. വേറെ പ്രത്യേകിച്ച് രേഖകളൊന്നും വേണ്ട. അപ്പോൾ ഈ പരിപാടി കേൾക്കുന്ന മുഴുവൻ വിദേശ ആളുകളും ശ്രദ്ധിക്കേണ്ട സംഗതി, നിർബന്ധമായിട്ടും വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരിക്കണം. പ്രവാസി വോട്ടർ കാർഡ് അപേക്ഷ കൊടുത്തിരിക്കണം, അവർക്ക് ഭാവിയിൽ ഇഷ്യൂസ് ഇല്ലാതിരിക്കാൻ. തീർച്ചയായിട്ടും. അപ്പോൾ നിലവിൽ ഇന്ത്യയിലുള്ളവർക്കാണ് വോട്ടർ ID കാർഡ് ഉണ്ടാക്കുമ്പോൾ പ്രയാസം. കാരണം അവർക്ക് OTP, പിന്നെ ഈ സൈന് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നുമില്ല. ഈ കാര്യങ്ങൾ സിമ്പിളാണ്. ഈ 4 ഡോക്യുമെൻറ്റ്സ് അവർക്ക് വേണ്ടുള്ളൂ. ഇത് വെച്ച് അവർക്ക് വോട്ടർ IDയിൽ പേര് ചേർക്കാൻ പറ്റും. ഏത് വഴിയാണ് അപേക്ഷ കൊടുക്കുന്നത്? അത് ഓൺലൈനാണ് നമുക്ക് കൊടുക്കുക. അതിന് അവർക്ക് 6A എന്നൊരു ഫോമാണ്. നമ്മൾ സാധാരണ 6 എന്നാണ് ഫോം 6 എന്നാണ് പറയാം നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക്. മറ്റേ 6A എന്നുള്ള ഫോം വെച്ചിട്ട് നമുക്ക് ഓൺലൈനായിട്ട് തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ പോയിട്ട് നമുക്ക് അവർക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റും. പ്രവാസികൾക്ക് അവിടെ തന്നെ കൊടുത്തു, ഓൺലൈനായിട്ട് കൊടുക്കാം. അവിടെ ഉള്ള ഓൺലൈൻ സംവിധാനം ഉപയോഗിച്ചിട്ടും അവർക്ക് ചെയ്യാൻ പറ്റും. ഈ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്താൽ മതി, സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്താൽ മതി. ഓക്കെ. പ്രവാസി വോട്ടർ അപേക്ഷ കൊടുത്തു, അതിൽ വോട്ടർ ID പട്ടികയിൽ പേര് വന്നു. അപ്പോൾ അവർക്ക് വോട്ടിംഗ് സംവിധാനം എങ്ങനെയൊക്കെയാണ്? നിലവിൽ നമുക്ക് ഇപ്പോൾ പ്രവാസി വോട്ടർ പട്ടികയിൽ പേര് വന്നാൽ
അവർക്ക് പ്രത്യേകിച്ച് നമ്മൾ സാധാ ഇന്ത്യൻ വോട്ടർ ഐ ഡി നാട്ടിൽ നിന്ന് ചെയ്യുന്ന പോലത്തെ വോട്ടർ ഐ ഡി കാർഡുകളൊന്നും ലഭ്യമാവില്ല. അവരെ പേര് ലിസ്റ്റിൽ വരും. അവർക്ക് വോട്ട് വേണമെങ്കിൽ വന്ന് ചെയ്യണം, നാട്ടിൽ വന്നിട്ട് വോട്ട് ചെയ്യണം എന്നുള്ളതാണ്. പക്ഷേ അവരെ എന്താ വെച്ചാൽ ഒരു വോട്ട് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് കട്ടായി പോകുന്നില്ല. ഇപ്പം നമ്മൾ നാട്ടിലുള്ള ഒരാളാകുമ്പോൾ ഒരു വോട്ട് വന്ന് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് കട്ടായി പോകും, ലിസ്റ്റിൽ നിന്ന് പോകും. ഇത് പെർമനൻ്റ് ആണ്. അത് പെർമനൻ്റ് എന്നല്ല, അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് റിമൂവ് ഇതാവണമല്ല, ഒരു അന്വേഷണാത്മകമായിട്ടൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒന്ന് വോട്ട് ചെയ്യാം, കാർഡ് ഉണ്ടാവില്ല എന്നുള്ള വ്യത്യാസമുള്ളൂ. ഒരു വോട്ടർ ഐ ഡി കാർഡ് അവർക്ക് കിട്ടില്ല എന്നുള്ള ഒരു പ്രയാസം മാത്രമേ ഉള്ളൂ അതിനകത്ത്, വേറെ ഒന്നുമില്ല. പ്രയാസമല്ല, പിന്നെ അവർ എപ്പോഴാണോ നാട്ടിൽ വരുന്നത്, നാട്ടിൽ സ്ഥിരതാമസമാണ്, അപ്പോൾ അവർക്ക് ഫോം 6 ഫില്ല് ചെയ്തിട്ട് അവരുടെ സ്റ്റാറ്റസ് മാറ്റാം. ഈ പ്രവാസി എന്നുള്ള സ്റ്റാറ്റസ് മാറ്റിയിട്ട് നോർമലാക്കി മാറ്റാം. അപ്പോൾ അവർക്ക് വോട്ടർ ഐ ഡി കാർഡ് കിട്ടുകയും ചെയ്യും. ഓക്കെ. മറ്റു പല രാജ്യങ്ങളിലും ഓൺലൈൻ വോട്ടിംഗ് സംവിധാനമുണ്ട്. അതുപോലെ വിദേശ രാജ്യങ്ങളിലെ പ്രതിനിധികൾക്ക് വോട്ട് ചെയ്യാൻ അവിടെ ബൂത്ത് സംവിധാനം ഏർപ്പെടുത്താറുണ്ട്. ഇന്ത്യ ഇതുവരെ ചെയ്തിട്ടില്ല. ഇന്ത്യയിൽ ഓൺലൈൻ, അതായത് നാട്ടിൽ അവിടെ ഗൾഫ് വിദേശ രാജ്യങ്ങളിൽ ബൂത്ത്, അതുപോലെ ഓൺലൈൻ സംവിധാനം, അതിനൊരു നിയമം വന്നിട്ടില്ല. നമ്മുടെ ചർച്ച വന്നതാണ് അങ്ങനെ, ബാലറ്റ് ഓൺലൈൻ വോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അതിന് നിയമമായിട്ട് പാസ്സായിട്ട് വന്നിട്ടില്ല. ഒരു നിയമമാവാതെ നമുക്ക് വോട്ടിംഗ് സംവിധാനത്തിലേക്ക് അവർ തീർച്ചയായിട്ടും വരില്ലല്ലോ. ഭാവിയിൽ പ്രതീക്ഷിക്കാം, തീർച്ചയായിട്ടും ഭാവിയിൽ പ്രതീക്ഷിക്കാം ഒരു ഓൺലൈൻ സംവിധാനമൊക്കെ വരും എന്നുള്ള പ്രതീക്ഷിക്കാം. അപ്പോൾ അതിന് വേണ്ടത് ഈ പട്ടികയിൽ പേരുണ്ടാവുക എന്നുള്ളതാണ്. പട്ടികയിൽ പേരുണ്ടാവുക എന്നുള്ളതാണ്. അതാദ്യം ചെയ്തു വെക്കണം. നമ്മളുടെ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ചെയ്യേണ്ട പണിയാണ് ഇപ്പോൾ ഇത്. നമ്മൾ പട്ടികയിൽ എല്ലാവരും നമ്മൾ റെഡിയായി നിൽക്കുക വോട്ട് ചെയ്യാൻ. കാരണം ബഹുഭൂരിപക്ഷം ആളുകളും പട്ടികയിലില്ല. ബഹുഭൂരിപക്ഷം വിദേശത്ത് ജോലി ചെയ്യുന്ന, നമ്മൾ മലപ്പുറം ജില്ലയിലെടുത്താൽ തന്നെ ഒരുപാട് വിദേശികളുള്ള സ്ഥലമാണ്. അവിടെയൊക്കെ ഒരുപാട് ആളുകൾ പട്ടികയിലില്ല. അപ്പോൾ അവർ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം എത്രയും പെട്ടെന്ന് നമ്മളുടെ പേര് വോട്ടർ പട്ടികയിൽ വരാനുള്ള സംവിധാനം ചെയ്യണം. അപ്പോൾ അതിൻ്റെ സമയമാണ്, അപേക്ഷ സ്വീകരിക്കുന്ന സമയമാണ്. ഈ അവസരം മുതലാക്കി അത് ഉപയോഗപ്പെടുത്തണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം, ഈ ശബ്ദം കേൾക്കുന്ന, ഈ പരിപാടി കേൾക്കുന്ന മുഴുവൻ വിദേശ പ്രതിനിധികളും പ്രവാസി കൂട്ടായ്മകളും ശ്രദ്ധിക്കുക. ഈ ഒരു മാസ കാലയളവിനുള്ളിൽ നമ്മുടെ മുഴുവൻ പ്രവാസികളും വോട്ടിംഗ് സംവിധാനത്തിൽ ഭാഗമാകണം, പേര് ചേർത്തിരിക്കണം എന്ന് ഒന്നുകൂടെ ഓർമ്മിക്കണം. നേരത്തെ പറഞ്ഞു വോട്ടർ പട്ടികയിൽ ഈ പ്രവാസി വോട്ടർ പട്ടികയിൽ പേര് വന്നു, അയാൾ നാട്ടിൽ സെറ്റിൽ ചെയ്യാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് മറ്റിലേക്ക് മാറ്റാനുള്ള സംവിധാനം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നമുക്ക് ഇപ്പോൾ അവർ അങ്ങനെ സ്ഥിരം വോട്ടർ, അങ്ങനെ പ്രവാസി ആ കാറ്റഗറി വെച്ചിട്ട് ആ സ്റ്റാറ്റസ് വെച്ച് അവർക്ക് വോട്ടുണ്ട്. അവർ പ്രവാസി ജീവിതം ഒഴിവാക്കി നാട്ടിൽ സ്ഥിരതാമസമായി കഴിഞ്ഞാൽ അവർ ചെയ്യേണ്ടത് ഇതേപോലെ ഓൺലൈനായിട്ട് നമുക്ക് ഫോം 6 എന്ന് പറഞ്ഞിട്ടുള്ള ഫോം കൊടുക്കാം. ഫോം 6 കൊടുത്ത് അവരുടെ ആ സ്റ്റാറ്റസ് അവർക്ക് മാറ്റാം. അപ്പോൾ വേണ്ടത് ഇവിടുത്തെ കുറച്ച് ഡോക്യുമെൻറ്റ്സ്, സ്ഥിരതാമസവുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെൻറ്റ്സ് നൽകിയിട്ട് അവർക്ക് എന്ത് ചെയ്യാം, അവരെ സ്റ്റാറ്റസ് മാറ്റാം. അതിനനുസരിച്ച് ഇപ്പോൾ അഡ്രസ്സൊക്കെ മാറ്റാനുണ്ടെങ്കിൽ ഒക്കെ മാറ്റുകയൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്ത് അവരെ അതിൽ നിന്ന് മാറി ഒരു ഇവിടുത്തെ പ്രവാസി എന്നുള്ള സ്റ്റാറ്റസ് മാറ്റി അവർ വോട്ടർ കാർഡ് ലഭിക്കുകയും ചെയ്യും. അതിന് വലിയ പ്രയാസമൊന്നുമില്ല, ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. താങ്കൾ 20 കൊല്ലമായിട്ട് രംഗത്തുണ്ടല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയിലെ പേരുമാറ്റമായി ഏറ്റവും കുടുക്കുണ്ടായ അല്ലെങ്കിൽ നല്ല പ്രയാസപ്പെട്ട ചില സംഗതി ഉണ്ടാകും. അങ്ങനത്തെ അനുഭവങ്ങൾ പങ്കുവെക്കും. വോട്ടർ ഐ ഡി കാർഡുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പ്രധാനപ്പെട്ട ഇതുപോലെ ഈ പേരുകളിലാണ് നമുക്ക് മെയിൻ പ്രശ്നം വരിക. അതായത് ആളുകൾ തീരെ ശ്രദ്ധിക്കാത്ത വിഷയങ്ങളാണ്. അതായത് അവർ ജനന സർട്ടിഫിക്കറ്റിൽ ഒരു പേരായിരിക്കും, അത് കഴിഞ്ഞ് സ്കൂൾ സർട്ടിഫിക്കറ്റിൽ വേറൊരു പേരുണ്ടാവും, ആധാർ കാർഡിൽ വേറെ പേരുണ്ടാവും. പക്ഷേ ഇതൊക്കെ നമ്മൾ എടുത്ത് നോക്കിയിട്ടുണ്ടാവില്ല. ഇതൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് മാറ്റാൻ പറ്റുന്ന കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു, സിമ്പിളായിട്ട്. പക്ഷേ അതൊന്നും നോക്കാതെ വന്നു. ഇപ്പോൾ ഒരുപാട് പ്രൊസീജിയറാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ആധാറിലൊക്കെ പേര് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല പ്രയാസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആധാറിൽ ഒരു ഇനീഷ്യലൊക്കെ ചേർക്കുകയാണ് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ പേര് മാറ്റണമെങ്കിൽ നല്ല പ്രയാസമാണ്. പേര് മാറ്റണമെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ മുഹമ്മദ് കുട്ടി എന്നുള്ളിടത്ത് മുഹമ്മദുള്ള കുട്ടി ചേർക്കണമെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ വേണം, ഗസറ്റ് നോട്ടിഫിക്കേഷൻ കൊടുക്കണം, ഗസറ്റിൽ പരസ്യപ്പെടുത്തണം. എനിക്ക് നല്ല ചിലവാണ്, 2000 രൂപയോളം ചിലവ് വരും, സമയമെടുക്കും. എന്നിട്ട് ആ നോട്ടിഫിക്കേഷൻ വേണം, പിന്നെ പ്രൂഫും ഏതൊക്കെ വേറെ ഏതെങ്കിലും ഡോക്യുമെൻറ്റിൽ കറക്റ്റ് പേരുള്ള പ്രൂഫ്, ഇത് രണ്ടും വെച്ചിട്ട് വേണം 18 വയസ്സ് കഴിഞ്ഞ ഒരാളുടെ പേര് മാറ്റണമെങ്കിൽ. രക്ഷിതാവിൻ്റെ മറ്റേ ലിങ്ക് ഉണ്ടോ അതിലേക്ക്? എന്തെങ്കിലും ഇല്ല. 18 വയസ്സ് കഴിഞ്ഞവരുടെ കാര്യമാണ് പറഞ്ഞത്. 18 വയസ്സ് കഴിയാത്ത കുട്ടികളാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ ഇത്ര കോംപ്ലിക്കേഷൻ ഇല്ലാത്തതിന് പേര് മാറ്റാം. അപ്പോൾ ഈ 18 വയസ്സാവാത്ത കുട്ടികളുണ്ടല്ലോ, അവരുടെ രക്ഷിതാക്കൾ മക്കളുടെ ഡീറ്റെയിൽസ് ഒന്ന് എടുത്ത് നോക്കണം നല്ലതപ്പോൾ. എന്തെങ്കിലും ഇതേമാതിരി മിസ്മാച്ച്, ജനന സർട്ടിഫിക്കറ്റും അവർ SLC ബുക്ക് അതല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റും ആധാറും തമ്മിൽ പൊരുത്തക്കേടുണ്ടെങ്കിൽ അത് അവർക്കിപ്പോൾ വലിയൊരു കുഴപ്പമില്ലാതെ ഇപ്പോൾ മാറ്റാൻ പറ്റും. പക്ഷേ ഇനിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതും അവരും പ്രയാസത്തിലാവും, ടൈറ്റാവും. ഇപ്പോൾ 18 വയസ്സ് കഴിഞ്ഞാൽ അവരും ടൈറ്റിലേക്കാണ് പോകുന്നത്. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. ഡോക്യുമെൻറ്റുകൾ ഉള്ള പേരുകളും കാര്യങ്ങളൊക്കെ അതാണ് ഇല്ലാത്തതാണ് നമുക്ക് എല്ലാ പ്രയാസം. ചില ആളുകൾക്ക്
അത് കാരണം വോട്ടർ ഐ ഡി കാർഡിൽ പേര് ചേർക്കാനൊക്കെ ബുദ്ധിമുട്ട് വരും. ഓരോ വോട്ടർ ഐ ഡി കാർഡിൽ പേര് ചേർക്കുമ്പോൾ ജനന സർട്ടിഫിക്കറ്റ് വേണ്ടി വരും. ജനന സർട്ടിഫിക്കറ്റിൽ ഒരു പേരായിരിക്കും, ഓക്കെ. ആധാറിൽ വേറെ പേര്. ആധാറിൽ വേറെ പേരാകുമ്പോൾ നമുക്ക് കൊടുക്കാനും വയ്യ. അങ്ങനെ ഉള്ള അപ്പോൾ അതാണ് ഈ പേരുമായി ബന്ധപ്പെട്ട മിസ്റ്റേക്കുകളാണ് ഏറ്റവും വലിയ പ്രയാസം ഉണ്ടാക്കി നമുക്ക് പ്രയാസമായിട്ട് തോന്നിയിട്ടുള്ളത്. അഡ്രസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ? അഡ്രസ്സ് അത്ര പ്രശ്നമില്ല. അഡ്രസ്സിന് വെച്ചാൽ പല രേഖകൾ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ആവാം. അഡ്രസ്സ് പ്രൂഫ് എന്താ വെച്ചാൽ അഡ്രസ്സ് എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ മാറി മാറി പോകുന്ന സംഗതിയാണല്ലോ. നമ്മളിപ്പോൾ ജോലി കിട്ടിയിട്ടും അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് സ്ത്രീകളൊക്കെയാണെങ്കിൽ വിവാഹം കഴിഞ്ഞൊക്കെ മാറി മാറി പോകുന്ന സംഗതിയാണ്. അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ നമുക്ക് പല മാർഗ്ഗങ്ങളും ഉണ്ടാക്കാൻ പറ്റും. പല ഡോക്യുമെൻറ്റ്സ് ഇപ്പോഴും സ്വീകാര്യമാണ്. പക്ഷേ മറ്റതങ്ങനെയല്ല, പേരങ്ങനെയല്ല. പേര് കുറച്ച് ടൈറ്റാണ്, പ്രത്യേകിച്ച് 18 വയസ്സ് കഴിഞ്ഞവർ. അപ്പോൾ നമുക്ക് അനുഭവപ്പെട്ടുള്ള അതാണ്, ഈ പേരുമായി ബന്ധപ്പെട്ടുള്ള കോംപ്ലിക്കേഷൻസാണ് അധികം ഉണ്ടാവല്. നമുക്ക് ജനനത്തീയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ? ജനതീയതി കുറച്ച് പേർക്ക് ഇപ്പോൾ ഉണ്ട്. കാരണം വെച്ചാൽ അത് പഴയ കാലങ്ങളിൽ ഈ ഏകദേശം ഒരു വയസ്സ് പറഞ്ഞ് ഗൾഫിൽ പോയി ചിലപ്പം വയസ്സാവാത്ത ആളുകളൊക്കെ വയസ്സായി എന്നൊക്കെ പറഞ്ഞ് പോയിട്ടൊക്കെ ആളുകളൊക്കെ കള്ളരേഖ ഉണ്ടാക്കിയ ആളുകൾ. കള്ളരെ അന്നത്തെ ഒരു സാഹചര്യം അങ്ങനെയാണ്. പറഞ്ഞുകൂടാ എങ്കിലും അപ്പോൾ അന്നത്തെ സാഹചര്യം കൊണ്ട് അങ്ങനെ അന്ന് ഒരു പ്രോപ്പർ ഡോക്യുമെൻ്റ് ഒന്നും ഇല്ലല്ലോ. ഇപ്പോൾ എനിക്ക് 16 വയസ്സാണെങ്കിൽ ഞാൻ 18 എന്ന് പറഞ്ഞാൽ അതന്നെ രേഖ. അപ്പോഴേ പാസ്പോർട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു കാലത്ത് അങ്ങനെ രേഖ കൂട്ടി പറഞ്ഞു. ഇപ്പോൾ അവർക്ക് കുറയ്ക്കണം എന്നൊക്കെ പറയുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് അതെന്ന് വെച്ചാൽ പാസ്പോർട്ടിലൊക്കെ ഇപ്പോൾ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ്. സാധാരണ നോർമലി മാറ്റി കിട്ടില്ല. അവർക്ക് SLC ബുക്ക് ഉണ്ട് ശരിക്കും, പാസ്പോർട്ടിൽ വേറെ സാധനം. അപ്പോൾ അതിൽ ഏതാ പരിഗണിക്കുക? SSLC ബുക്കാണ് ഡേറ്റ് ഓഫ് ബർത്ത്. പാസ്പോർട്ടിലും SLC ബുക്കിലും രണ്ടാണെങ്കിൽ അത് പാസ്പോർട്ടിലാണെങ്കിൽ ആ പാസ്പോർട്ടിലുള്ള തന്നെ വെച്ചിട്ട് പുതുക്കി കിട്ടുക. ഓക്കെ. അപ്പോൾ അല്ലാതെ SSL ബുക്കിൽ മാറ്റി കൊടുക്കില്ല. കൊടുക്കണമെങ്കിൽ അവർ വേറെ പ്രൊസീജിയറാണ്. അത് ഒരു കോടതി മുഖേനൊക്കെ പോയിട്ടുള്ളൊരു പ്രൊസീജിയറുണ്ട്. ഒന്നുകൂടെ കോംപ്ലിക്കേഷൻ, കുറച്ച് കോംപ്ലിക്കേഷൻ ആയിട്ടൊക്കെ പണിയെടുത്താലേ ഇത് ചെയ്യുള്ളൂ. കിട്ടിപ്പോരുള്ളൂ. സാധാരണ പറയും പഴയ കാലത്തൊക്കെ സ്കൂൾ സർട്ടിഫിക്കറ്റ് SLC ബുക്ക് ഉണ്ടെങ്കിൽ, പഴയ കാലം എന്ന് പറയാൻ പറ്റില്ല, ഒരു 2, 3, 4 വർഷങ്ങൾക്ക് മുമ്പ് സുഖമായിട്ട് മാറ്റമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ പ്രയാസമാണ്. ഇത്തരം ഇതിലുമായി ഇടപെടുമ്പോഴേ രസകരമായിട്ട് ചില സന്ദർഭം ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അങ്ങനത്തെ അനുഭവം പങ്കുവെക്കാൻ കഴിയും? രസകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഡോക്യുമെൻ്റ് ആയിട്ട് ബെറ്റർ തന്നെയാണ്. നമുക്ക് രസകരമാണെങ്കിലും അവർക്ക് വരുന്നവർക്ക് അതൊരു കോംപ്ലിക്കേഷനാണ്. അതെന്താ വെച്ചാൽ അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മളെ മലപ്പുറം ജില്ലയിലൊക്കെ വരുമ്പോൾ ഇപ്പോൾ എന്താ ആയിഷക്കുട്ടിയായിരിക്കും, അത് ആയിച്ച എന്നേക്കാരം അവരുടെ പേര്. നമ്മൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ആയിച്ച എന്നൊക്കെ നല്ല പോലെ അങ്ങനെയൊക്കെ പേരേക്കാരം. പക്ഷേ പിന്നീട് അവർക്ക് ആ പേര് പോരാന്നുണ്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, അവരെ പഴയകാല ഡോക്യുമെൻറ്റിലൊക്കെ അങ്ങനെയാണെങ്കിലും പിന്നെ അത് ആയിഷക്കുട്ടിയൊക്കെ ആക്കി മാറ്റിയിട്ടുണ്ടാവും. പിന്നെ അവർക്കത് മതി, അവർക്ക് അങ്ങനെ മതി. പക്ഷെ അങ്ങനെ ആക്കാൻ ചിലപ്പോൾ ഡോക്യുമെൻറ്റ്സ് അവരുടെ ബാക്ക് വേറെ ആയിരിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. അതൊക്കെ നമുക്ക് രസമാണെങ്കിലും അവർക്ക് പ്രയാസമാണ്, കോംപ്ലിക്കേഷനാണ്. സ്കൂളിൽ സ്ഥിര സംഭവമാണ്. ഈ അബ്സ്ട്രാക്റ്റിനൊക്കെ ആളുകൾ വരും. അപ്പോൾ അവർ പണ്ടത്തെ വിളിപ്പേരാണ് പറയാം. നമ്മൾ ഓഫീസിലെ വിളിപ്പേര് എഴുതി വയ്ക്കും. അത് സിംഗിൾ ഡോക്യുമെൻറ്റ്സ് തരും, ഒരിക്കലും സാധനം കിട്ടില്ല. പിന്നെ 2ാം തവണയിൽ 3 തവണ വരുമ്പോൾ ചോദിക്കുമ്പോൾ പറയും ശരിക്കുള്ള പേര് ഇതാണ്, വിളിപ്പേരാൻ തന്നെന്ന് പറയും. അപ്പോഴാണ് നമ്മൾ കുടുങ്ങുക. 3 മാസം തിരഞ്ഞിട്ടുണ്ടാവും, പിന്നെ ശരിക്കുള്ള പേര് തിരഞ്ഞെടുക്കണം. അപ്പം അത്തരം ഉണ്ടാവും. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ വരും. പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകളൊക്കെ വരും. ഈ പ്രായമുള്ള ആളുകളൊക്കെ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പ്രോപ്പർ ഒരു ഇൻഫോർമേഷൻ അല്ലല്ലോ നമുക്ക് തരാം. നമ്മളെ ബാക്കി കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ട് അതിന് അവരുടെ ആവശ്യം മനസ്സിലാക്കണം. അവർ നേരിട്ട് അവർക്ക് അങ്ങനെയൊന്നും അറിയില്ല, അവർക്ക് എന്താണെന്നൊന്നും പറയാനൊന്നും കഴിയില്ല. അങ്ങനത്തെ ആളുകളൊക്കെ അക്ഷയയിൽ കയറി വരും. പ്രത്യേകിച്ച് സഹായം ഇല്ലാതാവും പ്രായമുള്ള ആൾക്കാരൊക്കെ വരും, ഒറ്റക്കിന് കയറി വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ മനസ്സിലാക്കണം. അത് നമുക്ക് നമ്മളെന്താ പറയുക, അവർ അക്ഷയയിൽ വരുമ്പോൾ എന്താ വെച്ചാൽ അക്ഷയയിൽ നിൽക്കുന്ന ആളുകൾക്ക് വരുന്ന ആളുകളുടെ ആ ഒരു നിലവാരം മനസ്സിലാക്കി പെരുമാറാൻ കഴിയണം. പിന്നെ അപ്പോൾ അഡീഷണൽ ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരും, എന്നാലേ അവരെ കാര്യം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. നമുക്ക് ഡാറ്റ വേണ്ടത് കിട്ടുള്ളൂ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുന്നത്, ചിലപ്പം ഒരു കൈവശ സർട്ടിഫിക്കറ്റ് വേണം. പക്ഷെ അവർ വന്നിട്ട് കൈവശ സർട്ടിഫിക്കറ്റ് വേണം അല്ലെങ്കിൽ പൊസഷൻ സർട്ടിഫിക്കറ്റ് വേണം എന്ന് പറഞ്ഞിട്ട് വരില്ല. ഇപ്പോൾ ഒരാൾ പൊസഷൻ സർട്ടിഫിക്കറ്റ് വേണമെന്നിട്ട് ആധാരത്തിൻ്റെ കോപ്പി കൊണ്ട് നീട്ടാൻ നമുക്ക് വേഗം മനസ്സിലാവും. പക്ഷെ അങ്ങനെ വരില്ല. അവർ പറയുന്നത് എനിക്ക് ബാങ്കിൻ്റെ ലോണ് വേണം, ബാങ്കിൽ നിന്ന് പൈസ എടുക്കാനാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എനിക്ക് പഞ്ചായത്തിൽ നിന്ന് ഒരു ആനുകൂല്യം കിട്ടാണ്ട്, പശുവിനെ കിട്ടാണ്ട്, ആടുവിനെ കിട്ടണം. അപ്പോൾ അതിന് വേണ്ട രേഖ തയ്യാറാക്കണം, അതിന് വേണ്ട കടലാസ് അക്ഷയയിൽ നിന്ന് കിട്ടണം. എന്താണെന്നുണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ട കടലാസ് അക്ഷയയിൽ നിന്ന് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഗണിച്ചെടുത്തിട്ട് നമ്മൾ ചെയ്യണം. കുറേ നമുക്കിങ്ങനെ എക്സ്പീരിയൻസ് ഇതിനോട് കിട്ടും. നമ്മൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ വരണല്ലേ, നമുക്കറിയാം ഏകദേശം ഇങ്ങനെ വരും. അപ്പോൾ ഏതാ ആനുകൂല്യമെന്ന് ചോദിക്കും. അപ്പോൾ ഇന്ന ആനുകൂല്യമെന്ന് പറയും. അപ്പോൾ ആനുകൂല്യത്തിന് വേണ്ട ഡോക്യുമെൻറ്റ്സ് നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവരെ കയ്യിൽ ഏതൊക്കെ ഉള്ളത് നോക്കും. അപ്പോൾ ഇല്ലാത്ത സാധനം അപ്പോൾ പൊസഷനേക്കാരം അല്ലെങ്കിൽ വരുമാനമായിരിക്കും, അവനത് എടുത്തു കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്യും. ഒരുപാട് ജനങ്ങളുമായി ബന്ധപ്പെടുന്ന ഒരു മേഖല തന്നെയാണ് ഈ സാധനം. തീർച്ചയായിട്ടും ഒരു അക്ഷയയിൽ വരുമ്പോൾ എന്താ പറയുക, ഒരേ സമയത്ത് നമുക്ക് പലതരം ക്വറീസാണല്ലോ, ക്വസ്റ്റ്യൻസാണല്ലോ വരിക. ഒരെണ്ണമല്ലല്ലോ. നമുക്കിപ്പോൾ ഏതെങ്കിലും മേഖലയിൽ നിൽക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉണ്ടാവുക.
ഇതിങ്ങനെ മാറി മാറി വരും. ഇപ്പോൾ SIR ആണെങ്കിൽ നാളെ നേരപ്പെടുത്ത വേറൊരു പ്രൊജക്റ്റ് ആയിരിക്കും. ഏതാണോ അപ്പത്തെ ഹൈലൈറ്റ് അതിലേക്കാണ് ആളുകൾ, അതാണ് ആൾക്കാർ സംശയം ചോദിക്കാനും വരിക. ആൾക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് എന്താ വെച്ചാൽ ഒരു സൊല്യൂഷൻ വേണമല്ലോ. അപ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ട് കയറി വരും, ചോദിക്കും. ചോദിക്കും. ഓക്കെ, നമ്മൾ പ്രവാസി വോട്ടവകാശത്തിനാണ് പോയത്. ഈ പ്രവാസികളുടെ വോട്ടവകാശത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട സംഗതി എന്താ? എങ്ങനെ അവർ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ശ്രദ്ധിക്കുന്ന സാധനം വോട്ടർ പട്ടികയിൽ പേര് ഇപ്പോൾ അവർ നിർബന്ധമായിട്ടും ഓരോ പ്രവാസിയും 18 വയസ്സ് കഴിഞ്ഞ ആളുകളെല്ലാം എന്തായാലും പ്രവാസിയായിട്ട് അവിടെ ഉണ്ടാവുക, ജോലി ചെയ്യുന്ന പ്രവാസികളോട് മാത്രമല്ല അവരുടെ കുടുംബങ്ങളോടും. അവരുടെ കുടുംബങ്ങളും ഉണ്ടാവും. അവരും നമ്മൾ ബോധവൽക്കരിക്കണം. 18 വയസ്സ് കഴിഞ്ഞവരൊക്കെ ഉണ്ടെങ്കിൽ അവിടെ തന്നെ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ അങ്ങനെ ചെയ്യാം, നാട്ടിലാണെങ്കിൽ നാട്ടിലെ വോട്ട്. അപ്പോൾ എന്തായാലും വോട്ടർ പട്ടികയിൽ പേര് വരിക എന്നുള്ളത് ഒരു നിർബന്ധമായ കാര്യമായി കണക്കിലെടുത്ത് അത് ചെയ്യണത് ഓരോ പ്രവാസിയും. അത് ഇനി നാളെ വെക്കാതെ അല്ലെങ്കിൽ വോട്ട് ചെയ്തിട്ട് കാര്യമില്ല. ചിലരങ്ങനെയൊക്കെ ആര് ജയിച്ചാലും നമുക്ക് കണക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഒരു നിസ്സാരവൽക്കരിച്ച് നിൽക്കുമല്ലോ. അങ്ങനത്തെ ആളുകളോട് പറയാനുള്ളത്, ഇത് നിങ്ങളെ മാത്രം ബാധിക്കും, നമ്മളെ മാത്രം ബാധിക്കുന്നില്ല, നമ്മൾ വരും തലമുറയെ ബാധിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ നമ്മളെ കയ്യിലൊരു എന്തെങ്കിലും ഒരു വാല്യൂ ഉള്ള ഒരു വസ്തു ഉണ്ടെങ്കിൽ നമ്മളതിൻ്റെ ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ പ്രോപ്പറാക്കി വെക്കുമല്ലോ. നമ്മൾ എന്തിനാണ് നമ്മൾ ഭാവിയിൽ നമ്മളെ തലമുറക്കും അത് ഉപയോഗപ്പെടാനുള്ള ആ ഒരു പ്രാധാന്യത്തിൽ തന്നെ നമ്മൾ വോട്ടർ ID കാർഡും കണ്ട് എല്ലാവരും ഇതിൻ്റെ ഭാഗമാണ്. ഇനി വരാൻ പോകുന്ന ഈ സമയം കഴിയുമ്പോഴത്തേനും വോട്ടർ IDയിൽ പേരില്ലാത്ത ഒരു പ്രവാസി ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു നിർദ്ദേശം അവർക്ക് കൊടുക്കാനുള്ളത്. നമ്മൾ അതിലേക്ക് എത്തണം, ആ ഒരു റേഞ്ചിലേക്ക് നമുക്ക് എത്തണം. ഈ മറ്റേ പ്രവാസി വോട്ടർ കാർഡും മറ്റു ജനക്ഷേമത്തിനും എന്തെങ്കിലും ബന്ധമുണ്ടോ? നിലവിൽ അത് ബന്ധം എന്ന് പറഞ്ഞാൽ പല സേവനങ്ങൾ ഇത് ചോദിക്കുമ്പോഴും നമുക്ക് വോട്ടർ ID കാർഡ് അതിനൊരു ഡോക്യുമെൻ്റാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കൊരു പഞ്ചായത്തുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ആനുകൂല്യങ്ങൾക്ക് ചോദിക്കുമ്പോൾ വോട്ടർ ID കാർഡ് ചോദിക്കാം. വോട്ടർ ID കാർഡ് ഒരു പ്രോപ്പർ ഡോക്യുമെൻ്റാണ്. അതായത് നമ്മുടെ പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി, പ്രൂഫ് ഓഫ് അഡ്രസ്സ്, ഇതൊക്കെ തെളിയിക്കാനുള്ള പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത്, ഇതൊക്കെ തെളിയിക്കാൻ. അപ്പോൾ പാസ്പോർട്ട് എടുക്കുമ്പോൾ വോട്ടർ ID കാർഡിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് പരിഗണിക്കും. അത് നോക്കിയിട്ട് നോക്കാറുണ്ട്, വെരിഫിക്കേഷന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത്, പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി, പ്രൂഫ് ഓഫ് അഡ്രസ്സ്, ഇതാണ് ഒരു വ്യക്തിയുടെ 3 കാര്യങ്ങൾ. ഈ 3 കാര്യങ്ങൾക്കും ഒട്ടുമിക്ക ഗവൺമെൻറ് ഓഫീസുകളിലും സ്വീകരിക്കുന്ന ഒരു സാധനമാണ് വോട്ടർ ID. അതൊരു പ്രോപ്പർ ഡോക്യുമെൻ്റാണ്, നമ്മളുടെ നല്ലൊരു ഡോക്യുമെൻ്റാണ്. വലിയ പ്രാധാന്യമുണ്ട്, വലിയ പ്രാധാന്യമുള്ള ഒരു ഡോക്യുമെൻ്റ് തന്നെയാണ്. കേവലം വോട്ടിംഗ് സംവിധാനം മാത്രമല്ല, തീർച്ചയായിട്ടും തിരിച്ചറിയണം. അത് ആളുകൾ തിരിച്ചറിയണം. ശരി, വോട്ടർ ID ഇപ്പോൾ അതല്ല, ബീഹാറിലൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ വന്നപ്പോൾ ഒരു വോട്ടർ IDയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പ്രയാസങ്ങളും അവരെ പൂർവികർ വോട്ടർ IDൻ്റെ ഭാഗമാവാത്തത് കൊണ്ടായിരിക്കും അപ്പോൾ ആ പ്രയാസം. അത്ര അവിടെയൊക്കെ എഡ്യൂക്കേഷനെ കുറച്ച് കുറവാണ്, അപ്പോൾ ഇല്ലിറ്ററേറ്റിൽ പെർസെൻറ്റേജൊക്കെ കൂടുതലാണല്ലോ, അതുകൊണ്ടൊക്കെ സംഭവിച്ചതായിരിക്കാം. അപ്പോൾ അത് നമുക്കത് കേരളത്തിൽ പറഞ്ഞാൽ എന്താണ് 100% സാക്ഷരതയുള്ള നമ്മുടെ കേരളത്തിൽ അവരവസ്ഥ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക, അവബോധം ഉണ്ടാവണം. തീർച്ചയായിട്ടും ഒരിക്കലും നിസ്സംഗത പാടില്ല. ഭയപ്പെടില്ല, ജാഗ്രതയാണ് വേണ്ടത്. ഭയപ്പെട്ടിട്ട് കാര്യമില്ല. നമ്മൾ അതിൻ്റെ പ്രോപ്പർ മാർഗ്ഗങ്ങളുണ്ടല്ലോ, അത് വെച്ച് നമ്മൾ ക്ലിയർ ശരിയാക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ ചേർത്ത് പറയാനുള്ളത്, പ്രവാസി വോട്ടർ കാർഡ് വെറുമൊരു വോട്ടെടുപ്പ് രേഖ മാത്രമല്ല, അവർക്ക് ഭാവിയിൽ ലഭിക്കാനിരിക്കുന്ന മുഴുവൻ പെൻഷൻ ആനുകൂല്യം അടക്കമുള്ള എല്ലാ ആനുകൂല്യങ്ങളുള്ള രേഖ കൂടെയാണ്, ഒരു ഡോക്യുമെൻ്റാണ്. ആ ഡോക്യുമെൻ്റ് അത് തിരിച്ചറിയണം എന്നാണ് പറയാനുള്ളത് അല്ലേ? ഏറ്റവും അവസാനമായിട്ട് എന്താണ് പീസ് റേഡിയോ ശ്രോതാക്കളോട് പറയാനുള്ളത്? നമുക്ക് ഇത്തരം നമ്മൾ ഈ ജനക്ഷേമ പരിപാടി ആയതുകൊണ്ട് തന്നെ പറയണം, നമുക്ക് ഈ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട പലതരം കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ വോട്ടർ ID കാർഡോ അങ്ങനത്തെ എല്ലാ ഡോക്യുമെൻറ്റുകൾ വരുമ്പോഴും അതൊക്കെ നമ്മളെപ്പോഴും നമ്മളെല്ലാ ഡോക്യുമെൻറ്റുകളും നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും ഒന്ന് പരിശോധിച്ച് ക്ലിയറാക്കി വെക്കുക. പക്ഷേ ചെറിയ തെറ്റുകൾക്കും അഡ്രസ്സിലേക്കുള്ള തെറ്റുകൾക്കൊന്നും നമ്മളതിന് ബേജാറായിട്ട് ഒന്നും കാര്യമില്ല. എന്നാലും പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ എല്ലാം ക്ലിയറാക്കി വെക്കുക. ഇതുമായി ഗവൺമെൻറ്റുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളെപ്പോഴും അപ് ടു ഡേറ്റ് ആയിട്ട് വെക്കുന്നതാണ്. നമ്മുടെ മതപരമായിട്ടുള്ള കാര്യങ്ങളും ഇപ്പോൾ പീസ് റേഡിയോയുടെ ശ്രോതാക്കളോട് പറയുകയാണെങ്കിൽ നമ്മളെ കൃത്യമായിട്ട് നമ്മുടെ മതപരമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ അത് ചെയ്യുന്ന നിർബന്ധമാണ്. അതുപോലെ നമ്മളുടെ മക്കൾക്കും നമുക്കും ഇവിടെ ഇന്ത്യ എന്ന് പറഞ്ഞ ഈ രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് വേണ്ട കുറേ ഡോക്യുമെൻറ്റുകളാണ് ഇത്തരം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതും നമ്മൾ എന്ത് ചെയ്യണം, ഒപ്പം നമ്മൾ നിസ്സാരമായി കാണാതെ എല്ലാം ക്ലിയറാക്കി വെക്കണം എന്നാണ് അവരോട് പറയുന്നത്. ഓക്കെ, ഇത്രയും സമയം ജനക്ഷേമ പരിപാടിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രവാസി വോട്ടർ കാർഡുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകിയ നീണ്ട 20 വർഷക്കാലമായി അക്ഷയ നടത്തി വരുന്ന അബ്ദുൽ അലി സാഹിബിന് ഹൃദ്യമായ നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം.